ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ മാമ്പഴക്കാലത്ത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മാംഗോ റെസിപ്പി ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു 3 മാംഗോ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണിത്. നല്ല മധുരമുള്ള മാങ്ങയാണിത്. അത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. മാംഗോ ഇവിടെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ്. മധുരമുള്ള മാങ്ങയായതുകൊണ്ട് തന്നെ പഞ്ചസാര അരക്കപ്പ് മതിയാകും. പിന്നീട് ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടിച്ച് കൊണ്ടുവരാം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവൻ പാലും ഒഴിച്ച് കൊടുത്ത് ഒരിക്കൽ കൂടി അടിച്ചെടുത്ത് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു അടികട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഇളക്കിയെടുക്കണം. അതിലിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലാണ്. പാലൊഴിച്ച് കൊടുത്ത് നമുക്കൊന്നത് കലക്കിയെടുക്കണം. ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഒരു തേങ്ങയിൽ അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം എടുത്ത പാലാണത്. എന്നാൽ നമുക്കിത് മാറ്റി വെക്കാം. അടിച്ചെടുത്ത മാങ്ങയുടെ കൂട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കുറുക്കിയെടുക്കണം. ഇത് തുടരെ ഇളക്കി കൊടുക്കാം. നമുക്ക് കുറുകുന്നവരെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ കൂട്ടി ഇവിടെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കാം. പൗഡറിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് തുടരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ടിയാവുന്നതാണിത്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും. ഇപ്പോൾ തീ കുറച്ച് കൊടുക്കാം. തീ കുറച്ച് കൊടുത്തിട്ടാണുള്ളത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് തുടരെ ഇളക്കി കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൗഡറും ഇട്ട് കൊടുക്കാം. ഇതിവിടെ കുറുകി വരുന്നുണ്ട്. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നോക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് തിളച്ച് നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ദേഹത്തൊക്കെ ആകാതെ ശ്രദ്ധിക്കണം. തീ കുറച്ച് കൊടുക്കാം. എന്നാൽ അത് അവിടെ നിന്ന് കുറുകി വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ പാകമായിട്ടുണ്ട്. ഇതുപോലെ മുറിഞ്ഞ് വീഴുന്ന തരത്തിൽ ഉണ്ടാകണം. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ മാറ്റാനായി ഒരു ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ മാംഗോ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. പിന്നീട് ഇത് തണിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്ത് നോക്കാം. നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മാംഗോ പുഡിങ്ങാണിത്. ടേസ്റ്റും നല്ല അടിപൊളിയാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.